ബിരിയാണി കഴിച്ച് ബോറടിച്ചവർക്ക് ഇതാ ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ പുലാവാണ് കേട്ടോ. അത് വൺ പോട്ട് മീലാണ്. നമുക്ക് മേക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് സ്കൂൾ ലഞ്ച് ബോക്സിലോ ഓഫീസ് ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്തു വിടാൻ വളരെ നല്ലതാണ്. നമുക്കതിൻ്റെ കൂട്ടത്തിലൊരു സലാഡോ പപ്പടോ എന്തെങ്കിലും മതി കേട്ടോ. വരൂ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഒരു മിക്സിയിൽ ഒരു ചെറിയ ഉരുള പുളി എടുത്തിട്ടുണ്ട്. ദെൻ വലിയ ഉള്ളി, ദെൻ 2-3 വെളുത്തുള്ളി, ദെൻ നല്ലോണം ഒരു പിടി പുതിന കേട്ടോ. അതിൽ കുറച്ച് പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ല പേസ്റ്റാക്കിയ ശേഷം ഒരു കുക്കറിൽ നമ്മളിതാ അതായത് പട്ട ഗ്രാമ്പൂ അതൊക്കെ എല്ലാം ഇടുക കേട്ടോ. വേണ്ടതൊക്കെ ഇട്ട ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെങ്കിൽ നല്ലത്, ചതച്ചാലും കുഴപ്പമില്ല. അതിലേക്ക് വലിയ ഉള്ളി കൂടി ഒന്ന് ഇട്ട് അതിനെ ഒന്ന് നന്നായി വഴറ്റുക കേട്ടോ. അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പനീറും കൂടി അതിലിരുന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. അത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറാവും ചെറുതായിട്ട്, അത്ര മതി. ഒരുപാട് നമ്മൾ ഫ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പീസ് കോൺ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. പീസും കോണും ഒക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ഇടുക കേട്ടോ. ഇത് മറ്റേ പീസ് പനീർ പുലാവ് ആയതുകൊണ്ട് അത് മസ്റ്റായിട്ട് നമ്മൾ ഇടണം. ഓക്കെ. പിന്നെ അതിലേക്ക് ഈ അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നിങ്ങൾ ഏത് അരിയാണ് ഉപയോഗിക്കണം അത് ഇടുക കേട്ടോ. ഞാൻ ബിരിയാണി അരിയൊന്നും അല്ല ഉപയോഗിക്കണം. ഞാനിവിടെ പൊന്നിയരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പൊന്നിയരിയുടെ കണക്കാണ് ഞാനിവിടെ പറയണത്. ഓക്കെ. പിന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 2-2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 5 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം അതിൽ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഓക്കെ. ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ പുളി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് പുളി ഒഴിച്ചിരുന്നു, അത് പോരാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലെമൺ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കേട്ടോ. നിങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കൂ. പിന്നെ കുറച്ച് പുതിന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരയ്ക്കുമ്പോൾ നമ്മൾ നല്ലോണം ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പുതിനയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ വേറെ സ്പൈസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, പച്ചമുളക് മാത്രമാണ് എരിവിന് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ദെൻ കുക്കർ അടച്ച ശേഷം ഇത് മറ്റേ കുഞ്ഞി അരി ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 4 വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുഴയൊന്നുമില്ല, അടിപൊളിയായിട്ട് നമുക്ക് ഒറ്റയായിട്ട് അടിപൊളിയായിട്ട് കിട്ടും. 4 വിസിൽ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ കുഴഞ്ഞു പോകുമെന്നുള്ള പേടിയേ വേണ്ട. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബിരിയാണി അരി വെച്ചാൽ ഒരു കുഴയാനോ അടി പിടിക്കാനോ ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗായത്രി പൊന്നി അരിയാണ് കേട്ടോ. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല. ഓക്കെ. പിന്നെ ഞാൻ കുറച്ചുകൂടി മല്ലിയിലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. ഹാപ്പി കുക്കിംഗ്.